മക്കളെ ഗുഡ് മോർണിംഗ് മക്കളെ ഓക്കെ മോളെ. അപ്പൊ എന്തുവാ ഇത് സംഭവം? ഇത് അലൻതിലെ കരാട്ടെ സ്കൂൾ. അലൻതിലെ കരാട്ടെ സ്കൂളോ? ആ, മൊത്തം അഭ്യാസ ക്ലാസ്. ഇവിടെ മൊത്തം അഭ്യാസം. നീ ബ്രൂസിലി ആണല്ലോ. ഇവന് ബ്രൂസിലി കണ്ടില്ലേ? ബ്രൂസിലി, നീ കട്ട ബ്രൂസിലി എവിടെ? മോള് ബ്രൂസിലിയാണോ? പഠിച്ചോ? കരാട്ടെ ഒക്കെ പഠിച്ചോ? ഏത് ബെൽറ്റ് കൈ കിട്ടി? ഗ്രീൻ കിട്ടി. അങ്ങയുടെ ഏതാ ബെൽറ്റ് ഉള്ളത്? അത് കൂടിയ സാധനമോ? നാടൻ അടി അടിച്ചാൽ നേരിടാൻ പറ്റുമോ? ഞാനൊരു കുന്താലിക്കുഴയായിട്ട് നേരിടാൻ വന്നു. അടിക്കാന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം. അല്ല, പ്രതിരോധോ ഡിഫൻസോ? അല്ല, അതുമായി ഒരുത്തം വന്നു. നാടൻ അടി അടിച്ചാൽ നേരിടാൻ പറ്റുമോ? മിഡിലേക്ക് അടിക്കുന്ന വടിയായിട്ട് വന്നു. ഡീലിയല്ല മോളെ, എല്ലാരും ഡീലിയോ? അപ്പൊ കരാട്ടേക്ക്. ഓ, ശക്തി കുറവ്. കരാട്ടേക്ക്. ആ, ഒന്നുകൂടെ വരട്ടെ. കരാട്ടേക്ക്. സൂപ്പറായിട്ട്. അപ്പൊ ഈ ബോർഡ് ഒന്നുകൂടെ കാണിച്ചു കഴിഞ്ഞാല് BPS ലക്ഷർ പെർസെന്റ് SKN40 അല്ലേ? ചേട്ടന്റെ ബെൽറ്റ് ഏതാ? എന്റെ പേര് സുരേഷ്. നമ്മള് 34 വർഷം ഈ രംഗത്ത് എത്ര കാലമായി? 40 വർഷം കഴിഞ്ഞ് പഠിപ്പിക്കുന്ന. 40 വർഷമായി. കുട്ടികളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇത്ര കുറച്ച് കുട്ടികളുണ്ടല്ലോ. സംസ്ഥാനം 4 വർഷം സംസ്ഥാന ചാമ്പ്യൻ 4 വർഷം. പുൽപ്പള്ളി ബ്രൂസ്ലി. പിന്നെ മോഹൻലാൽ അടിച്ചോണ്ട് പോകും. നരന്നുള്ള സിനിമയുടെ 2ാം ഭാഗം ഷൂട്ട് ചെയ്യും. അങ്ങനെ ഇഷ്ടമാണോ? അല്ല, മോഹൻലാലിന് ഇഷ്ടമാണോ? സിനിമ എനിക്ക് ഇഷ്ടമാണോ? എങ്കിൽ എപ്പോൾ അഭിനയിച്ചെന്ന് വിചാരിച്ചോണ്ടോ? ഞാൻ നിർമ്മിക്കാൻ പോകുന്ന സിനിമയിൽ ആയിരിക്കില്ല നീ, വേറൊരു സിനിമയിൽ. പുൽപ്പള്ളി ബ്രൂസ്ലിക്ക് അവന്റെ മുഖത്തെ സന്തോഷം കട്ട. ഓക്കെ, റെഡി. അപ്പൊ നമ്മുടെ കവിയത്രിയാണോ? പഴശ്ശിരാജ കോളേജ്. അസിസ്റ്റന്റ് പ്രൊഫസറാ. എന്താ മാഡത്തിന്റെ പേര്? വിമ്യ സതീഷ്. എഴുത്ത് സ്ഥിരമായിട്ടുണ്ടോ? ഓക്കെ, കംപ്ലീറ്റ് ആയി. അപ്പൊ എഴുത്താണോ? പഠിപ്പില്ലേ? അപ്പൊ കോളേജിൽ പോകാൻ പഠിക്കരുത്. ടീച്ചറെ, സന്തോഷം. താങ്ക് യു. ഇവിടെ വെച്ച് കാണാൻ പറ്റിയ സന്തോഷം. ബൈ. ഇവിടെ നമ്മുടെ വയനാട് എപ്പോഴും കേൾക്കുന്നതാണ് ഈ വന്യജീവി പ്രശ്നങ്ങൾ ഒരുപാട്. അതിന്റെ പിന്നാലെയായിരുന്നു. നിങ്ങളുടെ മുഖം ഞാൻ നന്നായിട്ട് ഓർമ്മിക്കുന്നുണ്ട്. എന്താ പേര്? ബെന്നി കുറുമ്പാലക്കൻ. ബെന്നി കുറുമ്പാലക്കൻ. നേരിട്ട് കാണാൻ പറ്റിയ വളരെ സന്തോഷം. വന്യജീവികളായിട്ട് ഏറ്റുമുട്ടുന്ന ആൾക്കാരെ ഇവിടെ കാണണം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, അതിനകത്തൊരു കാര്യം പറയാനുണ്ട്. എന്താണോ ഈ 24ന്റെ ആ ദൗത്യം എന്ന് പറയുന്നത് സുർജിത്ത് അയ്യപ്പത്ത് ഈ കടുവാ ദൗത്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിട്ടുള്ള സുർജിത്ത് ഒരു കടുവയാണ്. പക്ഷെ ആ കടുവ വലിയ ഇവിടെ എനിക്ക് തോന്നുന്ന ഈ ദൗത്യത്തിൽ ഈ വന്യജീവി അക്രമ സമയത്ത് ഇതിൽ ഇത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള വേറൊരു ജേർണലിസ്റ്റ് ഇല്ല. ഒരു only one അതേപോലെ തന്നെ വയനാട് വിഷന്റെ ബെന്നി നിരപ്പോട്ടി എന്ന് പറയുന്ന ഒരാളോടെയാണ്. അതുണ്ട് ശ്രീങ്കരാമടെ ഇവര് വയനാട് നിരപ്പോട്ടി. രണ്ടുപേരുടെയും ഇടപെടൽ എന്ന് പറയുന്നത് ഈ കടുവാ ദൗത്യത്തിന് വലിയൊരു പങ്കായിരുന്നു. കാരണം 11 രാപകലില്ലാത്ത സുർജിത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങള് മലയാളി ലോകത്ത് എത്തിച്ചിട്ടുണ്ട്. സുർജിത്ത് ലൈവ് കൊടുത്തോണ്ടിരിക്കുമ്പോ പുറയിൽ കടുവയാ. സുർജിത്ത് അത് കാണുന്നില്ല. അത് സുർജിത്തിന് മാത്രം കിട്ടിയ ഒരു ഭാഗ്യമോ? അതെ. വേറെ ഒരു കടുവ ഇത്ര ക്ഷമയോടെ വന്നിട്ടില്ല. മാത്രല്ല ലൈവ് കഴിയട്ടെ ഡീൽ ചെയ്യാന്ന് പറഞ്ഞ കടവ് നിന്നതുകൊണ്ട് ജീവൻ ബാക്കി. അതല്ല, എന്തോ ഒരു ദൈവാനുഗ്രഹം രക്ഷപ്പെട്ടത്. അത് പുള്ളി അറിഞ്ഞില്ലല്ലേ? പുള്ളി അറിഞ്ഞില്ല, അത് കഴിഞ്ഞിട്ട് അറിഞ്ഞു. നേരത്തെ പുള്ളി മിക്കവാറും ഞങ്ങൾക്ക് തലകറങ്ങി വീണേനെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അമരക്കുനി കടുവ എന്ന് പറയുന്നത് കേരളത്തിൽ അമരക്കുനി കടുവ കാരണം അതൊരു മട്ടൻ കടുവയാണെന്നും ഡേഞ്ചറസ് ആണെന്നും ഇവിടുന്ന് പിടിച്ച് തിരുവനന്തപുരത്ത്. കടുവ എത്ര ബാക്കിലുണ്ടായിരുന്നു പുള്ളിയുടെ? പുള്ളി ഒരു 10 മീറ്റർ ബാക്കില് കടുവ ഉണ്ടായിരുന്നു. ചാടിയാ കിട്ടുമായിരുന്നു. ഞങ്ങൾ മുള്ളങ്കല്ലി പഞ്ചായത്ത് കോറി വിരുദ്ധ സമിതിക്കാരാണ്. മുള്ളങ്കല്ലി ഈ പുൽപ്പള്ളിന്റെ 1 കിലോമീറ്റർ അപ്പുറം തൊട്ടടുത്ത് കിടക്കുന്ന പഞ്ചായത്താണ്. ആദ്യമായിട്ട് തന്നെ ഉണ്ട് SKN നടത്തുന്ന ഈ ദൗത്യം കേരളം ഏറ്റെടുത്തിരിക്കുകയാണ്. ലഹരിക്കെതിരെയുള്ള ദൗത്യത്തിന് ഞങ്ങളുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. കൂടുതലായിട്ടും 90% പുൽപ്പള്ളി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്ന കേസുകൾ മുള്ളങ്കല്ലി പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന കബിനി നദിയിൽ നിന്നും കർണാടകയാണ് അപ്പുറത്ത്. ആ കർണാടകയിൽ നിന്നും കടത്തി വരുന്ന കൂടുതൽ MDMA പിടിക്കപ്പെട്ടിരിക്കുന്ന ഇവിടെ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും. ഇവിടെ ക്ലോസ് ആയിട്ട് നിരീക്ഷണം വേണം. എന്റെ പേര് തോമസ്. മുള്ളങ്കല്ലി പഞ്ചായത്ത് ഈ ലഹരി പോലെ തന്നെ ഞങ്ങൾ മുള്ളങ്കല്ലി പഞ്ചായത്തിലെ ജനങ്ങൾ അടിമപ്പെട്ടിരിക്കുന്ന കോറിയ മാഫിയകൾക്കാണ്. ചുരം കയറി എത്തുന്ന 39ഓളം കോറിയുടെ ലൈസൻസാണ് മുള്ളങ്കല്ലി പഞ്ചായത്തിൽ പുതിയതായിട്ട് അപേക്ഷയ്ക്ക് വെച്ചിരിക്കുന്നത്. 12ഓളം കോറികൾക്ക് ലൈസൻസായി
12ഓളം കോടി കാര്യം 8 പ്രവർത്തിക്കാൻ തുടങ്ങി. ഞങ്ങൾ അതിന് അടിമപ്പെട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മുളകല്ലി പഞ്ചായത്തിലെ ആളുകൾക്ക് ഒരു മോചനം വേണം. ഈ ലഹരി പോലെ തന്നെ ഞങ്ങളെ ഇപ്പോൾ പഞ്ചായത്തിലെ ഞങ്ങളെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ അവിടെ മുദ്രാവാക്യം ലഹരിയിൽ നിന്ന് മോചനം, കോറയിൽ നിന്ന് മോചനം. അവന്റെ ഒരു വാർത്തയിലേക്ക് പോകണം. പ്രകടനം. ഓക്കെ ഓക്കെ, വേഗം കാണിച്ചു, വേഗം കാണിച്ചു. നീ അടിപൊളിയാ കേട്ടോ മോനെ. നീ സിനിമ നടനായില്ലെങ്കിൽ അത്ഭുതം. നീ അറിയപ്പെടുന്നത് എങ്ങനെയാ? പുൽപ്പള്ളി ബ്രൂസിലി തൊഴിലൊഴിച്ച് ക്യാമറമാൻ തൊഴി കൊണ്ട് അപ്പുറം വീണു. ചെറിയ അതാ അടി 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 അടി. അയ്യോ അയ്യോ അത് ഒറിജിനൽ അയ്യോ അടി അടി. ഇത് ഒന്ന് അയ്യോ അയ്യോ അടി അടി അടി. അമ്പോ അയ്യോ സീരിയസ് അടിയാ, സീരിയസ് അടിയാ. അയ്യോ സൂപ്പറായി. ഇത് കളി കാര്യമൊന്നും കേട്ടോ. അയ്യോ ഒന്ന് ഇങ്ങോട്ട് അടിച്ചു. അടി അടി അടി. മതി 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 മതി. ഒരു വർഷം. നല്ല നന്ദി. ഓക്കെ, നമുക്കൊരു കാര്യം കൂടെ. എന്താ പേര്? നിങ്ങള് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വിട്ടേരെ മക്കളെ വിട്ടേരെ. പോട്ടെ പാവങ്ങളെ വിട്ടേരെ. എല്ലാം ഓക്കെ. എളുപ്പമായിക്കോട്ടെ. അവിടെ വാർത്ത കൊടുക്കാനുള്ള ധൃതിയാ കേട്ടോ. ഓക്കെ, സ്വീകരണം ആഗ്രഹിക്കുകയാണ്. ഓക്കെ, സന്തോഷം സന്തോഷം. നിങ്ങളുടെ മഹാമനസ്ക്ക് നന്ദി. കോഴിക്കോട് വരണം. ഒരു കാര്യം പറയാനുണ്ട്. താങ്കൾ ഇത്രയും നല്ലൊരു പരിപാടി ഭാവി തലമുറ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നതിൽ ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയുണ്ട്. കേട്ടാ സന്തോഷം. ഇതിൽ ഏറ്റവും കൂടുതൽ തിക്ത അനുഭവങ്ങൾ നോക്കി കാണുന്ന ആളുകൾ ഞങ്ങളാണ്. എനിക്കറിയാം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. തീർച്ചയായും കാര്യം പറയേണ്ടത് അധികാരികൾ ഉണർന്നു നിൽക്കണം. അവിടെ കർണാടക ബോർഡറാണ് ഈ സ്ഥലം. ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ കടന്നു വരും. അപ്പൊ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഗവേഷക സംഘത്തിന്റെ കൂടെ അവര് നോട്ട് ചെയ്യും. ഞങ്ങൾക്ക് വളരെ പുൽപ്പള്ളി മുള്ളംകൊല്ലി ഏരിയയിൽ നല്ലൊരു ഹോസ്പിറ്റലുകളില്ല, മയക്കുമരുന്ന് കിട്ടാനുണ്ട്, മരുന്ന് കിട്ടാനില്ല. അപ്പൊ ഇവിടുത്തെ അവസ്ഥയിൽ നമുക്കൊരു ഹോസ്പിറ്റൽ വേണം, പ്രധാനമായിട്ട് ഒരു റോഡ് വേണം. മയക്കുമരുന്ന് ഇഷ്ടം പോലെ അത് തടയാനായിട്ട് പോലീസ് ഔട്ട് പോസ്റ്റ് വരും. അപ്പൊ നമുക്ക് ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും പുൽപ്പള്ളിക്ക് പറയാനുള്ളത് മയക്കുമരുന്ന് വേണ്ട, മരുന്ന് മതി.